സുരഭി, PJ ജോസഫിന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ അത് സേവ് ചെയ്തിരുന്നോ? PJ ജോസഫ് എന്ന് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ മന്ത്രിയായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു എന്നാണല്ലോ സുരഭി പറഞ്ഞത്. നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം എടുത്തപ്പോ മെസ്സേജ് വന്ന് എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു PA ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. ഞാൻ PA ആണ് എടുത്തത് എന്ന് പറഞ്ഞു എന്നോട്. ആര് പറഞ്ഞു? PA എടുത്തിട്ട് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് PJ ജോസഫ് എന്ന പേരിൽ ഈ നമ്പർ ആ ഫോണിൽ ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ശൂന്യ SMS വന്നപ്പോൾ 100-ലധികം വന്നു എന്ന് പറഞ്ഞു. നേരത്തെ 200 എന്നാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ 100 എന്ന് പറയുമ്പോൾ ഈ SMS PJ ജോസഫ് എന്ന നമ്പർ ആ പേരിൽ ഫീഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്നാണ് വന്നത്. അപ്പോൾ PJ ജോസഫ് ആണെന്ന് അറിയാം. അങ്ങോട്ട് വിളിച്ചത് ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു, ഇതിലേക്ക് മെസ്സേജ് വരുന്നുണ്ടോ ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു PA ആണെന്ന് പറഞ്ഞു. ഇതിലേക്ക് മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യമേ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞാണ് പിന്നെ മെസ്സേജ് വന്നപ്പോഴാണ് PJ ജോസഫ് സാറാന്ന് എടുത്തുവിട്ട് പറഞ്ഞത്. അതിൽ എന്താണ് അശ്ലീലമായി PJ ജോസഫ് പറഞ്ഞത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പരാതി കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2-3 സെക്കൻഡുകൾ മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ? അതെ. BSNL റെക്കോർഡ് പ്രകാരം അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ സംഭാഷണം അധികം നേരം നീണ്ടുന്നില്ല. ഒത്തിരി സമയം നിന്നില്ല. അതിനിടയിൽ ഇത്രയധികം അശ്ലീലം താങ്കളോട് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ ശ്രീ ആന്റണി രാജു, PC ജോർജും ക്രൈം നന്ദകുമാറും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ അത് പുറത്തു വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ തനിക്കെതിരെ കേസുണ്ടാക്കിയെന്നാണ് ശ്രീ ജെയ്മോൻ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം അത് മാറ്റുകയും കേരള കോൺഗ്രസുകാരിൽ നിന്ന് വധഭീഷണി ഉണ്ട്, ഇപ്പോഴുമുണ്ട്, കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. താങ്കൾ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? ശ്രീ ആന്റണി രാജു. ജെയ്മോൻ കോടതിയിൽ എഴുതി കൊടുക്കുക മാത്രമല്ല, അന്നേ ദിവസം മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു ക്രൈം നന്ദകുമാറും PC ജോർജുമാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്തതെന്നുള്ള മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്ന ആളുകളാണെന്ന് ബോധ്യമായല്ലോ. ഇപ്പൊ തന്നെ സുരഭിദാസ് പറഞ്ഞെന്താ, ഞാൻ സുരഭിദാസ് അങ്ങോട്ട് വിളിച്ചതെന്ന്. ഇപ്പൊ PJ ജോസഫ് മാറി. ഇപ്പൊ PJ ജോസഫിന്റെ PA ആയി മാറി. 6 SMS ഇപ്പൊ 200 SMS ആയി മാറി. ഇപ്പൊ സുരഭിദാസ് അങ്ങോട്ട് എന്തിനാ വിളിച്ചത്? അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് PJ ജോസഫ് അശ്ലീലം പറഞ്ഞതെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, SMS അശ്ലീലം ഉള്ളതായിട്ട് സുരഭിദാസിന് കേസില്ലല്ലോ. ഈ ജെയ്മോൻ പറഞ്ഞത് മുഴുവൻ കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിനെ ഇപ്പൊ ജെയ്മോൻ ചോദിച്ചു, കോടതി അതേ കോടതിയിലാണല്ലോ ഞാനിന്ന് മൊഴി കൊടുത്ത് തിരിച്ച്. ജെയ്മോൻ ഇതിനൊക്കെ കോടതിയിൽ മറുപടി ഇനിയാണ് പറയേണ്ടി വരുന്നത്. ഇതുവരെ PJ ജോസഫിന് വേണ്ടി ഒരു വക്കീൽ കോടതിയിൽ ഹാജരായിട്ടില്ല. ജെയ്മോനും സുരഭിദാസിനെയും ഒക്കെ ഈ കള്ളം മുഴുവൻ വെളിച്ചത്ത് വരാൻ പോകുന്നത് ഇനി കോടതിയിൽ വിസ്തരിക്കുമ്പോഴാണ്. ശ്രീ സുരേന്ദ്രൻപിള്ള ഒരു കാര്യം പറഞ്ഞു, ഇവിടെ PJ ജോസഫിനെ തെറ്റുകാരനായിട്ട് കോടതി അദ്ദേഹത്തിനെ കാര്യം അറിയാതെ പറഞ്ഞാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നിയമം അനുസരിച്ച് ഒരു സ്വകാര്യ അന്യായം കൊടുത്താൽ ആ അന്യായത്തിന്റെ ഒരു നടപടിക്രമമാണ് ആദ്യം ഹർജിക്കാരി അതിന്റെ തെളിവിനെയും എന്താണെന്ന് നോക്കുക, എന്നിട്ട് എതിർകക്ഷിക്ക് സമൻസ് അയക്കും. ഇനിയാണ് PJ ജോസഫിന്റെ വക്കീലും ഒക്കെ വരാൻ പോകുന്നത്. അന്നേരമാണ് ജയമോഹന്റെയും സുരഭിദാസിന്റെയും ഒക്കെ മുഴുവൻ ഈ ഓരോ വർഷവും ഓരോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ മാറ്റി മാറ്റി കൊണ്ടു നടക്കുന്ന സുരഭിദാസിന്റെയും ജയമോഹന്റെയും ഒക്കെ ജീവിതം മുഴുവൻ ഇനി കോടതി മുമ്പ് ഇനിയാ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ജയമോഹൻ ഇപ്പൊ തന്നെ ജയമോഹന് ശിക്ഷ അർഹിക്കുന്ന രീതിയിലുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒരേ കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സത്യവാങ്മൂലം കോടതിയിൽ പറഞ്ഞാൽ അതിനെതിരെ മിനിമം 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കേസിലെ ഇപ്പൊ തന്നെ ജെയ്മോൻ പ്രതിയായിരിക്കണം. അദ്ദേഹം ചോദിക്കുകയാണ്, മജിസ്ട്രേറ്റ് എന്തിനാണ് ഇപ്പൊ PJ ജോസഫിനെതിരെ കേസെടുത്ത്? മജിസ്ട്രേറ്റ് ഒന്നുമല്ല, മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നടപടിക്രമം മാത്രമാണ് ഇപ്പൊ ചെയ്തത്. ഇപ്പൊ സുരഭിദാസ് കൊടുത്ത കേസിലെ ആ തെളിവ് മാത്രമാണ് അദ്ദേഹം ഈ കേസിൽ പരിശോധിച്ചത്. ഈ കേസിൽ അത് പരിശോധിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് ജെയ്മോന്റെ കേസിന്റെ തെളിവ് ഈ കേസിൽ ഇപ്പൊ പരിശോധിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ ജെയ്മോൻ ഇതിനൊക്കെ മറുപടി പറയണം. തീർച്ചയായും ഈ കാര്യങ്ങൾക്കൊക്കെ കോടതിയിൽ താങ്കൾ പറഞ്ഞ ഇതേ കോടതിയിൽ താങ്കൾക്ക് മറുപടി പറയേണ്ടതായി വരും. ശ്രീ ആന്റണി രാജു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജെയ്മോൻ, താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലുള്ള ഗൂഢാലോചന പുറത്തു വരും എന്ന പേരിൽ തനിക്ക് ഈ കേസ് ഉണ്ടായി എന്ന് പറഞ്ഞു തന്ന എന്തിനായിരുന്നു? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഞാനൊരു മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടില്ല. കാരണം ഇവർ തന്നെ സൃഷ്ടിക്കുന്നു. ജയിലിൽ പ്രിൻസ് വന്നിട്ട് എന്നെ കൊണ്ട് മൊഴി പഠിപ്പിച്ചിട്ട് പറഞ്ഞു ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറും PC ജോർജ് MLA കൂടെ കുടിക്കെട്ടിച്ചമച്ചതാണെന്ന്. അതിന്റെ ദൃശ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. കോടതി ആവശ്യപ്പെട്ടാൽ ഞാൻ കോടതി കൊടുക്കാം. അല്ലാതെ ജയിലിൽ വന്നിട്ട്, ജയിലെന്ന് പറയുന്ന നിരോധിത മേഖലയാണ്. PJ ജോസഫ് ഒരു മന്ത്രിയാണെന്നും പറഞ്ഞു ഒരു മന്ത്രിയോ മന്ത്രിയുടെ അഡ്വക്കേറ്റുമാർക്കോ ജയിലിൽ കയറിയ തോന്നിയോഫ് എന്തും കാണിക്കാവുന്നില്ല. ആ രീതിയിൽ വരാം. ആ രീതിയിൽ ഈ പ്രിൻസുമായി പിന്നീട് പലതവണ
പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കുകയും കോടതികളിൽ ഹാജരാകുകയും താങ്കൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രലോഭനത്തിൽ താങ്കൾ വഴങ്ങി. ഈ പ്രലോഭനം എന്ന് പറയുന്ന ഇതിന് താങ്കൾ വഴങ്ങി. എന്തുകൊണ്ടാണ്? കാരണം പറഞ്ഞു തരാം. ഞാൻ അടിമാലി കോടതിയിൽ എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ പ്രിൻസിനെതിരായിട്ട് ഞാനൊരു പരാതി എഴുതിക്കൊണ്ടാണ് വരുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഫാഷ്യ സൂപ്രണ്ട് മുഖേന സൈൻ ചെയ്ത ഒരു പരാതിയാണ് പ്രിൻസിനെതിരെ ഞാൻ എന്നെ ആദ്യം ജയിലിൽ നിന്ന് കോടതി കൊണ്ടിരുന്ന 22-ാം തീയതി ഞാൻ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് കൊണ്ടിരുന്നത്. ആ പരാതി പ്രിൻസ് എന്റെ നിന്ന് വാങ്ങിച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പൊ ജാമ്യം കിട്ടുമെന്നും പറഞ്ഞ് വെള്ളപ്പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിക്കുക. ആ അടിമാലി കോടതിയിലുള്ള എല്ലാ അഡ്വക്കേറ്റുമാരും ഫാഷി നിൽക്കുകയാണ് എന്നെ കൊണ്ട് ഒപ്പിടിക്കുന്നത്. എന്നിട്ട് അത് പ്രിൻസ് സുരഭിക്കെതിരെ സുരഭി ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് സുരഭിക്കെതിരെ പരാതി കൊടുത്തു. എന്നിട്ട് ആ മജിസ്ട്രേറ്റിനോട് പറയുവാണ് ഇവരെ പോലീസ് മുഖേന നീക്കം ചെയ്യണമെന്ന്. അവർ പറഞ്ഞു ഒരു സ്ത്രീയെ നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട അടിമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സുരഭിക്കെതിരെ കൊടുത്ത പരാതിയാണ് ഞാൻ പിൻവലിക്കുന്നത്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ മാധ്യമം വായിക്കുമ്പോഴാണ് അറിയുന്നത് പ്രിൻസ് എനിക്കെതിരെ സുരഭിക്കെതിരെ എന്നെ കൊണ്ട് പരാതി ഒപ്പിച്ചിരിക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് അവർ എന്നെ കൊണ്ട് ചെയ്തിരുന്നത്. പക്ഷേ സുരഭിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രിൻസ് താങ്കളുടെ അഭിഭാഷകനാണ്. സുരഭിയാണ് താങ്കൾക്കെതിരെ കേസ് കൊടുത്തത്. കാരണം സുരഭിയെ ഞാൻ ജയിലിൽ നിന്ന് സുരഭിയെ വിളിച്ചിട്ടാണ് സുരഭി എനിക്ക് ജാമ്യക്കാരെയും കൊണ്ട് വന്നതാണ്. ഈ പ്രിൻസ് സമ്മതിക്കത്തില്ല. സുരഭി താങ്കൾക്കെതിരെ കേസ് കൊടുക്കുകയും താങ്കൾക്ക് വേണ്ടി ജാമ്യക്കാരെ സുരഭി എനിക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാസൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സുമതിയുമായിട്ട് ജയ്മോൻ പോയെന്ന് പറഞ്ഞ പരാതി കൊടുത്തുള്ളൂ. ആ പരാതി പീഡന കേസാക്കി മാറ്റിയത് തന്നെ ഈ പി ജെ ജോസഫിന്റെ ആൾക്കാരാണ്. എന്റെ ചോദ്യം അതല്ല. കേസ് കൊടുത്തത് സുരഭി, ജാമ്യക്കാരെ കൊണ്ട് ഇറക്കാൻ വന്നത് സുരഭി. എന്താണിത്? കാരണം സുരഭി എനിക്കെതിരെ ജയ്മോൻ എവിടെ പോയി എന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തുള്ളൂ. എന്താണ് ജയ്മോൻ വെള്ളത്തൂൽ സ്വദേശിനിയുമായി പോയി എന്ന് പറയുകയും കണ്ടില്ല എന്ന് പറഞ്ഞു കണ്ടില്ല എന്നുള്ളതല്ല അവിടെ വരുന്നത്. ഇവര് തമ്മിൽ ഒളിച്ചു പോയി എന്നുള്ള ഒരു ഭാഗമാണ് അവിടെ വരുന്നത്. ഭാവമാണ്. അങ്ങനെയാണോ? അങ്ങനെ ഒരു ഭാവത്തിന്മേലാണോ പരാതി കൊടുത്തത്? ഒളിച്ചു പോയി ഞാൻ ചെന്നു തമിഴ്നാട്ടിൽ വെച്ച് വിളിച്ചു. രണ്ടുപേരെയും കണ്ടു, പോയി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നില്ല. അപ്പോഴാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇറക്കാൻ ആരുമില്ല, ജയിലിൽ നിന്ന് ഇറക്കാൻ ആരുമില്ല. അതേപ്പോഴത്തേക്ക് ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞപ്പോ അഡ്വക്കേറ്റ് വക്കാലത്ത് മാർക്ക് കൊടുക്കുകയല്ല. ഇങ്ങനെ പല പ്രാവശ്യം ജയ്മോൻ പോകാറുണ്ടോ? നിങ്ങൾ 1.5 വർഷക്കാലമായി ആദ്യമായിട്ട് പോയതാ. അപ്പോൾ ആരുമില്ലാതെ ജയിലിൽ കിടക്കുന്നത് കണ്ട് സഹാനുഭൂതി തോന്നി തന്നെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയുമായി പോയി. അവർ പരാതി കൊടുത്ത ആൾക്കെതിരെ തന്നെ ഇറക്കാൻ പോയി. ഞാൻ ഇറക്കാൻ പോയി. ആരും ഇറക്കുന്നില്ലെങ്കിൽ ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു. റൈറ്റ്. ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസുകാരിൽ നിന്ന് വധഭീഷണിയുണ്ട് എന്നാണ് ജയ്മോൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ജയ്മോൻ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാമല്ലോ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പൊ തന്നെ ഒരു 15 മിനിറ്റിനകം പറഞ്ഞത്. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈ സുരഭിദാസ് തന്നെ ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? സുരഭിദാസ് ജയ്മോനെതിരെ കൊടുത്ത കേസ് എന്താ? സുരഭിദാസ് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് കൂടെ താമസിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ആളെ സ്ത്രീ പീഡനത്തിനെതിരെയാണ് ജയ്മോനെതിരെ കേസ് കൊടുത്തത് സുരഭിദാസ്. ഇപ്പൊ എന്തോ പച്ചക്കള്ളമാണ് പറയുന്നത്? വേറൊരു സ്ത്രീയുമായിട്ട് താമസിച്ചതിന് അങ്ങനെയാണ് ജയ്മോൻ ഇത്രയും നാളെ ജയിലിടേണ്ട കാര്യമില്ലല്ലോ. സുരഭിദാസിനെ ജയ്മോൻ കൂടെ താമസിച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുത്തുകൊണ്ടാണ് ജയ്മോനെതിരെ കേസ്. ഞാൻ വേറൊന്നുകൂടെ ചോദിച്ചോട്ടെ, ഇതേ ജയ്മോൻ പറയുന്നത് ഇപ്പോ വക്കീല് സ്വന്തമായിട്ട് എഴുതിയതാണെന്നാ. അതിനുശേഷം ജയ്മോൻ എത്രയോ പ്രാവശ്യം കോടതിയിൽ ഹാജരാക്കി, ഇതേ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് വരെ ഒരു കോടതിയിലും ഇതേ കോടതിയിൽ ജയ്മോൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ കള്ള പെറ്റീഷനാണ്, എന്നെ പി ജോസഫിന്റെ ആള് വ്യാജമായ പെറ്റീഷൻ എഴുതി ഒപ്പിടിച്ചതാണെന്ന്. ആ കോടതിയിൽ എത്രയോ പ്രാവശ്യം ഹാജരാക്കിയിട്ട് ഈ ജയ്മോൻ പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് മുഴുവൻ ജനങ്ങളെ പറ്റിക്കാനുള്ള 2 ഫ്രോഡുകളല്ലേ വന്നിരിക്കുന്നത്. ജനങ്ങൾ കാണുക. ജയ്മോൻ എന്തുകൊണ്ടാണ് അത് പറയാഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുരഭി എന്നെ ജയിലിൽ കാണാൻ വന്ന സമയത്ത് സുരഭിയുടെ കയ്യിൽ ഒരു കത്ത് ഞാൻ ജയിലിൽ നിന്ന് എഴുതി കൊടുത്തു വിട്ട് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അത് ഹാജരാക്കിയിട്ടുമുള്ളതാണ്. കത്ത് എഴുതി കൊടുത്തു വിട്ടതല്ല. ജയ്മോൻ പലതവണ കോടതിയിൽ ഹാജരായി, അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ഹാജരായി. അപ്പോഴൊന്നും ഈ കാര്യം പറഞ്ഞില്ല. ഈ കാര്യം പറഞ്ഞ് ഞാൻ രേഖാമൂലം ഞാൻ ടി.പി. നന്ദകുമാറിന് കത്ത് എഴുതി കൊടുത്തു വിട്ട് അത് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ആ കത്ത് പി ജെ ജോസഫിന്റെ അഡ്വക്കേറ്റും പി ജെ ജോസഫും കൂടെ എന്നെ ചതിക്കുക എന്നുള്ളത് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിപ്പുണ്ട്. ആ കത്ത് അവിടെ ഫയൽ സ്വീകരിച്ചിട്ടുമുണ്ട്.